ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമായിട്ട് വന്നതാണ്. LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത്. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് LP-UP പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കുക. ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മുന്നറിവ് പരിശോധിച്ച പോലെയായി, നിങ്ങളുടെ പഠനം റീകോൾ ചെയ്ത പോലെയായി, നിങ്ങളുടെ ഓർമ്മ റീകോൾ ചെയ്ത പോലെയാവും. അപ്പോൾ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് സംഭവങ്ങൾ? നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗരാ സംഭവം, ഖേദാ സത്യാഗ്രഹം, റൗലറ്റ് നിയമം. നോക്കുക, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗരാ സംഭവം, ഖേദാ സത്യാഗ്രഹം, റൗലറ്റ് നിയമം, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിലെന്താണ്, ഇതിൻ്റെ ഓർഡർ എന്താണ് എന്നുള്ളത് നോക്കുക. ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും വർഷം നിങ്ങൾക്ക് അറിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും വർഷം അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കുക, ABCD എന്നുള്ള രീതിയിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷനിൽ 2, 1, 4, 3 ഈ ഒരു ഓർഡറിലാണെന്നും അല്ലേ. ബി ഓപ്ഷനിൽ 4, 3, 1, 2 ഓർഡറിലാണ്. അപ്പോൾ നമുക്കിതിലെ ആദ്യം നടന്നത് ഏതാണെന്ന് അറിയണം. അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇയർ നമുക്ക് അറിഞ്ഞിരിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷമാണ് എന്ന് ചോദിക്കും. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആണ്. ഓക്കെ, ഇനി ചൗരി ചൗരാ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം 1922 ചൗരി ചൗരാ സംഭവം. അതായത് ചൗരി ചൗരാ പോലീസ് സ്റ്റേഷൻ ആക്രമണവും അവിടെ തീവെപ്പ് നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടുത്തെ പോലീസുകാർ മരണപ്പെടുന്ന സംഭവമാണ്. അതിനെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നുണ്ട് ആര്? ഗാന്ധിജി അല്ലേ. ഇനി ഖേദാ സത്യാഗ്രഹം 1918 ഖേദാ സത്യാഗ്രഹം. റൗലറ്റ് നിയമം കരിനിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച 1919 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടിയില്ലേ? 3 അല്ലേ, 3 പിന്നെ അപ്പോൾ 3 ഇവിടെ ഓർഡറിൽ നോക്കിക്കുക. 3 പിന്നെ ഏതാ 18 കഴിഞ്ഞാൽ 19, 3, 4, 20, 1 അല്ലേ, പിന്നെന്താണ് 2. ശരിയല്ലേ? കിട്ടിയില്ലേ? അപ്പം 3, 4, 1, 2 എന്ന് ഏതിലാണുള്ളത് നോക്കുക. 3, 4, 1, 2 എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്കിങ്ങനെ നമ്പറുകളൊക്കെ ഈ രീതിയിൽ തരുമ്പോൾ ഒരു പക്ഷേ തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധയോടുകൂടി കറുപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പോവും, കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയുന്നതായിരിക്കും. നമ്മളിങ്ങനെ എന്ത് ചെയ്യാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇയറുകൾ നോക്കുക. ഖേദാ സത്യാഗ്രഹം നടന്ന വർഷം 1918, റൗലറ്റ് നിയമം നടന്നത് 1919, നിസ്സഹകരണ പ്രസ്ഥാനം 20, ചൗരി ചൗരാ സംഭവം 1922. ഇത് കിട്ടിയിട്ടില്ലേ? നമ്മൾ ഇതിൻ്റെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാണുക. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചേരുംപടി ചേർക്കാനാണ് വന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെന്താണ്? വിജയ്ഘട്ട്, ശാന്തിവനം, ശക്തിസ്ഥൽ, അഭയ്ഘട്ട്, രാജ്ഘട്ട്. അതായത് നേതാക്കന്മാരും അവരുടെ അന്ത്യവിശ്രമ സ്ഥലവുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ, ഇവിടെ അന്ത്യവിശ്രമ സ്ഥലം അല്ലേ. അതിൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് എന്നത് അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിലെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. നെഹ്റു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശാന്തിവനമാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. ശാന്തിവനമാണ് നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം, ശാന്തിവനമാണ്.
ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക. അത് നോക്കുക, അതറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇന്ദിരാഗാന്ധി വളരെ അല്ലേ, ഇന്ത്യ എന്നാൽ ഇന്ദിര, അതായത് വളരെ ശക്തിയുള്ള അല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധി ശക്തി സ്ഥലാണ്. ഓക്കെ. മൊറാർജി ദേശായി അഭയ്ഘട്ടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രം വിജയിക്കട്ടെ. ലാൽ ബഹദൂർ ശാസ്ത്രി എന്താണ്? വിജയ്ഘട്ടാണ്. അപ്പൊ ഇവിടെ രാജ്ഘട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് അല്ലേ. ഇവിടെ 4 ആളെ തന്നിട്ടുള്ളൂ, ഇവിടെ 5 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഇവിടെ നോക്കണം, നെഹ്റു ശാന്തിവനമാണ്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥലാണ്, മൊറാർജി ദേശായി അഭയ്ഘട്ടാണ് അല്ലേ, ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രം വിജയിക്കട്ടെ, അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ടാണ്. ഇനി രാജ്ഘട്ട് ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജ്ഘട്ട് ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അത് മനസ്സിലാക്കുക. ഇതിൽ ഓപ്ഷൻ ഏതാണ് ശരി? അപ്പോൾ 1 എന്ന് പറയുന്നത് ബി ആണ്. 1 ബി എന്നുള്ളത് ഏതൊക്കെയുണ്ട് എന്ന് നോക്കുക. 1 ബി ഉള്ള ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ ശരി ഉത്തരം. അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാം. 2 സി ആണോ? അതെ, 2 സി ആണ്. 3 ഡി ആണോ? അതെ, 3 ഡി ആണ്. 4 എ ആണോ? അതെ, 4 എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി. അപ്പോൾ ഇത് കിട്ടിയില്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആണ്. അടുത്ത കാര്യം നോക്കുക, അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നമുക്കൊന്നുകൂടി പരിചയപ്പെടാം. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, മൊറാർജി ദേശായി അഭയ്ഘട്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി എവിടെയാണ്? ശാസ്ത്രം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിജയ്ഘട്ട് പറഞ്ഞു. രാജ്ഘട്ട് ആരുടെയാണ്? ഗാന്ധിജിയുടേതാണ് രാജ്ഘട്ട്. ഓക്കെ. ഇനി കിസാൻഘട്ട് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചരൺ സിംഗുമായി ബന്ധപ്പെട്ടതാണ്. കിസാൻഘട്ട് ചരൺ സിംഗ് ആണ്. രാജീവ് ഗാന്ധിയുടേത് വീർഭൂമിയാണ് കേട്ടോ, വീർഭൂമിയാണ്. ഇനി AB വാജ്പേയിയുടെ ഏതാണ്? രാഷ്ട്രീയ സ്മൃതിസ്ഥാലാണ് കേട്ടോ, രാഷ്ട്രീയ സ്മൃതിസ്ഥാൽ ആരാണ്? AB വാജ്പേയി. രാജീവ് ഗാന്ധിയുടേത് ഏതാണ് ചോദിച്ചാൽ വീർഭൂമിയാണ്. ചരൺ സിംഗിന്റെ ഏതാണെന്ന് ചോദിച്ചാൽ കിസാൻഘട്ടാണ്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിജയ്ഘട്ട് പറഞ്ഞു. മൊറാർജി ദേശായി അഭയ്ഘട്ടാണ്. ഇന്ദിരാഗാന്ധി ശക്തിസ്ഥലാണ്. രാജീവ് ഗാന്ധി വീർഭൂമിയാണ്. നെഹ്റു ശാന്തിവനമാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം ഇപ്പം നമ്മൾ നോക്കിയ 2 ചോദ്യങ്ങളും ഏത് രീതിയിലാണ് വന്നത് അല്ലേ? നമ്മൾ നോക്കിയ 2 ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്, ഒന്ന് കാലഗണനയ്ക്കനുസരിച്ച് തയ്യാറാക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം ചേരുംപടി ചേർക്കാനാണ് വന്നത് അല്ലേ, ചേരുംപടി ചേർക്കാനാണ് വന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പരീക്ഷ പാറ്റേൺ ആയിരിക്കും ഇനി ഉണ്ടാവുക. അടുത്തൊരു ചോദ്യം ഇതും ചേരുംപടി ചേർക്കുക തന്നെയാണ്. ഇത് പക്ഷേ സോഷ്യലിൽ നിന്നല്ല, ഇത് സയൻസിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് കറങ്ങുന്ന കസേര, ലിഫ്റ്റ്, ഊഞ്ഞാല്, ജയിന്റ് വീല് കറങ്ങുന്നത് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മറുഭാഗത്ത് ഭ്രമണം, നേർരേഖാ ചലനം, ദ്വാലനം, വർത്തുള ചലനം, പരിക്രമണം എന്നിങ്ങനെയുള്ള 5 ഓപ്ഷൻ, ഒരു ഭാഗത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇതാദ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഭ്രമണത്തെക്കുറിച്ചാണ് കേട്ടോ. ആദ്യം പഠിക്കുന്നത് എന്താണ്? ഭ്രമണത്തെക്കുറിച്ചാണ്. അപ്പോൾ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം, വസ്തുവിനുള്ളിൽ വരുന്ന ചലനമാണ് ഭ്രമണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പമ്പരം കറങ്ങുന്ന ആ പമ്പരത്തിൻ്റെ ആണി, അത് ആ വസ്തുവിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ, സാങ്കല്പിക അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കറങ്ങുന്നത് ഭ്രമണമാണ് അല്ലേ. കറങ്ങുന്ന വസ്തുവിനുള്ളിൽ അക്ഷം വരികയാണെങ്കിൽ, കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ വരുന്ന ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഇനി കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്, അത് പരിക്രമണമാണ് അല്ലേ, അത് പരിക്രമണമാണ്. രാവും പകലും ഉണ്ടാവാൻ കാരണം ഭ്രമണവും ഋതുഭേദങ്ങൾക്ക് കാരണം പരിക്രമണവുമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം പരിക്രമണമാണ്.
ഈ പുറത്ത് കറങ്ങുന്ന വസ്തുവിന്റെ പുറത്ത് അക്ഷം വരുന്ന തരത്തിലുള്ള ചലനം പരിക്രമണം. ആ പരിക്രമണത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം എന്താണ്? പരിക്രമണമാണ്. ഇനി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന നമ്മുടെ ഭൂമിയുടെ ചലനം അല്ലെ, ഭൂമിയുടെ ചലനം അല്ലെ, വർഷം അല്ലെ 365 കാൽ ദിവസം വേണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭ്രമണവും പരിക്രമണവും കഴിഞ്ഞു. അടുത്ത ചലനം നോക്കുക. വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയുക. ഉദാഹരണം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ജെയിന്റ് വീല് കറങ്ങുന്നത് അല്ലെ, ജെയിന്റ് വീല് കറങ്ങുന്നത് വൃത്തപാതയിലൂടെയുള്ള ചലനമാണ്. അതാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം അല്ലെ, വൃത്തം വരയ്ക്കുകയാണ്. കോമ്പസ് ഉപയോഗിച്ചിട്ട് വൃത്തം വരയ്ക്കുമ്പോൾ ആ പെൻസിലിന്റെ ചലനം വൃത്തപാതയിലൂടെയാണ്. അത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി ഒരു കയറിൽ കല്ല് കെട്ടിയിട്ട്, ഒരു കല്ല് കയറിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം എന്തായിരിക്കും? അത് വൃത്തപാതയിലാണ്, വൃത്തപാതയിൽ കൂടിയാണ്. അതുകൊണ്ട് അത് വർത്തുള ചലനമാണ്. ഇനി ചക്കിന് ചുറ്റും അല്ലെ, ചക്ക് എണ്ണയാട്ടാൻ വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ചക്കിന് ചുറ്റും കാളയെ ഉപയോഗിച്ചിട്ട് ആദ്യമൊക്കെ എന്താണ് ചക്ക് ഇങ്ങനെ ആട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചക്കില് എണ്ണയാട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചക്ക് ആട്ടുന്ന കാളയുടെ ചലനം എന്ന് പറയുന്നത്, കാള വൃത്താകൃതിയിൽ അല്ലെങ്കിൽ വൃത്തപാതയിലാണ് ചലിക്കുന്നത്. അപ്പോൾ അതും വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. പിന്നെ വൃത്തപാതയിലൂടെയുള്ള കളിത്തീവണ്ടി ഓടുന്നതും വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം, അല്ലെങ്കിൽ എന്താണ്? ഒരു വസ്തുവിന്റെ തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത്? ദോലനം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ. ഊഞ്ഞാല് എന്താണ്? ഒരു ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ഊഞ്ഞാല് വരും. പിന്നെന്ത് വരും? നമ്മുടെ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. പിന്നെന്ത് വരും? തൂക്കിയിട്ട നിലവിളക്ക് അല്ലെ, നമ്മൾ വീട്ടിൽ തൂക്കിയിട്ട നിലവിളക്ക്, അതിന്റെ ചലനം മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ്. പിന്നെ വാഹനത്തിന്റെ വൈപ്പറിന്റെ ചലനം, ഓക്കെ, അതും എന്ത് തന്നെയാണ്? ദോലനത്തിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദോലനത്തിന് ഉദാഹരണമാണ്. അടുത്തത് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നേർരേഖയിലൂടെയുള്ള വസ്തുവിന്റെ ചലനം എന്താണ്? അത് നേർരേഖാ ചലനമാണ്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനമാണ് അല്ലെ, നേർരേഖാ ചലനമാണ്. അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലെ, ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, ചോദ്യം നോക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറങ്ങുന്ന കസേരയുടെ അക്ഷം ഏതിനകത്താണ് വരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. കറങ്ങുന്ന കസേര എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് എന്തിൽ വരും എന്നുള്ളത് ആലോചിച്ചാൽ മതി. കറങ്ങുന്ന കസേര തീർച്ചയായിട്ടും ഭ്രമണമാണ്. ലിഫ്റ്റ് എങ്ങനെയുള്ളത് തന്നെയാണ്? നേർരേഖാ ചലനം തന്നെയാണ്. ഊഞ്ഞാല് മുൻപോട്ടും പിൻപോട്ടുമാണ് അല്ലെ. ഇവിടെ ലിഫ്റ്റ് നേർരേഖാ ചലനം. നമ്മൾ ഞെട്ടറ്റു വീഴുന്ന മാങ്ങയുടെ ചലനം നേർരേഖാ ചലനം. ഇനി ഭ്രമണം അല്ലെ, അത് കറങ്ങുന്ന കസേരയുടെ അകത്താണ് അക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഭ്രമണം വരും. പിന്നെ ഊഞ്ഞാലിന്റെ എന്ന് പറയുന്നത് എന്താണ്? ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം എന്താണ്? ദോലനമാണ് അല്ലെ. മുന്നോട്ടും പിമ്പോട്ടുമുള്ള ചലനമാണ് ദോലനം. യെസ്. ഇനി ജെയിന്റ് വീല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജെയിന്റ് വീല് എന്ന് പറയുന്നത് വൃത്തപാതയിലൂടെ ആയതുകൊണ്ട് തന്നെ അത് വർത്തുള ചലനമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ തരും, ഒരു കുഴപ്പമില്ല, കൃത്യമായിട്ട് തന്നിട്ട് ചേരുംപടി ചേർക്കാൻ പറയും. അപ്പൊ നമ്മൾ കരുതും അങ്ങനെ തരാൻ സാധ്യതയില്ലല്ലോ അല്ലെ, എന്തെങ്കിലും ഒന്ന് മാറ്റി തരും. അപ്പം നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്രോസ് ചെയ്തിട്ട് ആ ഓപ്ഷൻ കുത്തിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഈ രീതിയിലും ഓപ്ഷൻ വരും. ഓപ്ഷനിൽ ചിലപ്പോൾ ഈ ഓപ്ഷനിൽ ഉത്തരവില്ല, പക്ഷേ നമുക്കിതിൽ അറിയാം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 1 A ആണ്, 2 B ആണ്, 3 C ആണ്, 4 D ആണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഞാൻ മിസ്റ്റേക്കുമായിട്ട് വന്നതാണ്. അപ്പം അത് മാത്രം നോക്കിയാൽ മതി. ഇത് കിട്ടിയല്ലോ, ഈ ഭാഗം കിട്ടിയല്ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക.
ചോദ്യം വായിച്ചോളുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വർത്തുള ചലനത്തിന് ഉദാഹരണമല്ലാത്തതേത് എന്നുള്ളതാണ്. കാണാൻ കഴിയുന്നുണ്ടല്ലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വർത്തുള ചലനത്തിന് ഉദാഹരണമല്ലാത്തതേത്? ചക്കിന് ചുറ്റും കാളയുടെ ചലനം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, ജൈന്റ് വീൽ കറങ്ങുന്നത്, സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത്. ഇതിലെന്താണ് ചോദ്യം? താഴെ കൊടുത്തിരിക്കുന്ന ഈ 4 എണ്ണത്തില് വർത്തുള ചലനത്തിന് ഉദാഹരണമല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, LP-UPയുടെ ഒരു പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് PG3 അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? വിളിക്കുക. ഓക്കെ, താങ്ക് യു.